ക്രിസ്തുമസ് രാവുകളും ആഘോഷങ്ങളും പൂർത്തിയായി. ക്രിസ്തുമസ് അവധിക്കാലം കഴിഞ്ഞു. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ആഘോഷം ഇനിയുള്ളത് പൂജ രാജാക്കന്മാരുടെ തിരുനാളാണ്. പൂജ രാജാക്കന്മാരെന്നും പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ജ്ഞാനികളെന്നുമൊക്കെ പറയുന്നത് ഒരേ ആൾക്കാരെ ഉദ്ദേശിച്ചാണ്. ഉണ്ണീശോയുടെ പുൽക്കൂട്ടിൽ ഉണ്ണിമിശിഹായും യൗസേപ്പിതാവും മാതാവും ആട്ടിടയന്മാരും ആടുമാടുകളും മാലാഖമാരും അവരോടൊപ്പം പൂജരാജാക്കന്മാരും ഉള്ളതായിട്ടാണ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത്. എന്നാൽ ബൈബിൾ വിവരണത്തിൽ പൂജരാജാക്കന്മാരുടെ സാന്നിധ്യം കാണുന്നില്ല. പുൽക്കൂടുമായി ബന്ധപ്പെട്ടാണ് പൂജരാജാക്കന്മാരെ നമ്മൾ പരിചയപ്പെടുന്നത്. ഉണ്ണിമിശിഹായുടെ പിറവിയുടെ സമയത്ത് പൂജരാജാക്കന്മാർ ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ചിത്രീകരണമാണല്ലോ പുൽക്കൂട്ടിലൊക്കെ നമ്മൾ കാണുക. എന്നാൽ ബൈബിള് വിവരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഉണ്ണിമിശിഹ പിറന്ന് 2 വർഷത്തിനുള്ളിൽ പൂജരാജാക്കന്മാർ ഉണ്ണിയെ കാണുന്നതിന് വേണ്ടി എത്തിയെന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിലാണ് പൂജരാജാക്കന്മാർ വരുന്നതായി അവതരിപ്പിച്ചിട്ടുള്ളത്. പൂജരാജാക്കന്മാർ ഉണ്ണിമിശിഹായെ കാണുന്നത് യൗസേപ്പിതാവിനോടും മാതാവിനോടുമൊപ്പം കഴിയുന്നതായിട്ടാണ്, പുൽക്കൂട്ടിൽ വസിക്കുന്നതായിട്ടല്ല. ആരാണ് ഈ പൂജരാജാക്കന്മാർ? അവർ എത്ര പേരുണ്ടായിരുന്നു? ഏത് ദേശക്കാരാണ്? അവർ വന്നതിലൂടെ ബൈബിളിൽ എന്ത് സന്ദേശമാണ് നൽകാൻ ഗ്രന്ഥകാരന് ഉദ്ദേശിച്ചിട്ടുള്ളത്? രാജാക്കന്മാർ എന്നുള്ള നിലയിലാണ് പൂജരാജാക്കന്മാർ എന്ന് പറയുന്നത്. പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ജ്ഞാനികൾ എന്നാണ് ഇവരെക്കുറിച്ച് മറ്റ് രീതിയിൽ പറയുന്നത്. ഇവർ 3 പേരായിരുന്നു എന്ന് പറയുന്നത് 3 സമ്മാനങ്ങൾ കൈമാറി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉണ്ണിമിശിഹായിക്ക് കാഴ്ചയായി അവർ പൊന്ന് കൈമാറുകയുണ്ടായി. രണ്ടാമത് സുഗന്ധദ്രവ്യങ്ങൾ കൈമാറി എന്നുള്ളതാണ്. മൂന്നാമത്തേത് കുന്തിരിക്കം സമർപ്പിച്ചു എന്നുള്ളതാണ്. ഇതിന് 3നും പ്രതീകാത്മകമായ അർത്ഥങ്ങളുണ്ട്. അത് ഉണ്ണിമിശിഹ ആരാണ്, എന്തായി തീരും എന്ന് സൂചിപ്പിക്കുന്നവയായിരുന്നു. പൊന്ന് രാജാവിനെ സൂചിപ്പിക്കുന്നതാണ്. കുന്തിരിക്കം പുരോഹിതനെ സൂചിപ്പിക്കുന്നതാണ്. മീറ അഥവാ സുഗന്ധദ്രവ്യം മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് കർത്താവായ ഈശോ രക്ഷകനാണ്, കുരിശിൽ മരിച്ച് സർവ്വലോകത്തിനും രക്ഷ നൽകാൻ ഉണ്ണിമിശിഹ പിറന്നിരിക്കുന്നുവെന്നുള്ള സൂചനയാണ് മീറ സമർപ്പിക്കുക വഴി നൽകിയിട്ടുള്ളത്. ഇവർ രാജാക്കന്മാരാണെങ്കിലും അല്ലെങ്കിലും ജ്ഞാനികളായിരുന്നു എന്നാണ് എല്ലാവരും കരുതുക. ജ്ഞാനികൾ സത്യാന്വേഷികളാണ്. അവർ സത്യം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു, കണ്ടെത്തുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു, സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നു, സത്യത്തിനു വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് സത്യാന്വേഷകരെന്നും ജ്ഞാനികളെന്നും ബൈബിളിൽ വിവക്ഷിക്കുന്നത്. ഇവർ കിഴക്കുദേശത്തു നിന്ന് വന്നു എന്നതിൻ്റെ അർത്ഥം യഹൂദരായിരുന്നില്ല എന്നാണ്. അതായത് അവർ വിജാതീയരായിരുന്നു. അതിൻ്റെ സൂചന കർത്താവായ ഉണ്ണിമിശിഹ സർവ്വലോകത്തിൻ്റേതുമാണ്. യഹൂദരുടേത് മാത്രമല്ല, വിജാതീയരുടേതു കൂടിയാണ്. സർവ്വലോകവും കർത്താവിനെ ആരാധിക്കുന്നു, കാഴ്ചകൾ സമർപ്പിക്കുന്നു, സ്വയം സമർപ്പിക്കുന്നു. ഉണ്ണിമിശിഹ സർവ മനുഷ്യരുടെയും രക്ഷകനാണ് എന്നൊക്കെയുള്ള സൂചനയാണ് ജ്ഞാനികളുടെ സന്ദർശനവും അവർ സമർപ്പിച്ച കാഴ്ചകളും ലോകത്തെ പഠിപ്പിക്കുന്നത്.
പൂജരാജാക്കന്മാര് യേശുവിനെ അന്വേഷിച്ചു പോയത് നക്ഷത്രത്തിൻ്റെ ദിശ കണ്ടാണ്. അവർ ജ്യോതിഷ ശാസ്ത്രം വശമുള്ളവരായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. നക്ഷത്ര ശാസ്ത്രം അറിയുന്നവർക്കാണ് അതിൻ്റെ ദിശ മനസ്സിലാക്കി അതിൻ്റെ പിന്നാലെ ചരിക്കാൻ കഴിയുക. നക്ഷത്രം സഞ്ചരിച്ചത് ബേത്ലഹേം ലക്ഷ്യം വെച്ചാണ്. എങ്കിലും പൂജരാജാക്കന്മാര് ബേത്ലഹേമിലേക്ക് പോകുന്നതിന് പകരം ജെറൂസലേമിലേക്കാണ് എത്തിയത്. അവിടെ ഹേറോദേസ് രാജാവിനെ കാണുകയാണ്. യഹൂദരുടെ രാജാവായ ഉണ്ണിമിശിഹ എവിടെയാണ് പിറക്കുന്നത് എന്നാണ് അദ്ദേഹത്തോട് ആരാഞ്ഞത്. ഹേറോദേസ് രാജാവ് ശക്തനായിരുന്നു, പ്രഗത്ഭനായിരുന്നു, പ്രശസ്തനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ക്രൂരനുമായിരുന്നുവെന്നാണ് ചരിത്രം പറയുക. അതിനുള്ള സാക്ഷ്യം ബൈബിളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എവിടെയാണ് ഉണ്ണിമിശിഹ പിറന്നത് എന്ന് ജ്യോതിശാസ്ത്രജ്ഞന്മാർ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ പണ്ഡിതന്മാരെയും മന്ത്രിമാരെയും വേദശാസ്ത്രികളെയും എല്ലാം വിളിച്ചുകൂട്ടി ആ സ്ഥലമേത് എന്ന് കണ്ടെത്തുകയാണ്. അത് ഉണ്ണിമിശിഹായെ കാണാനുള്ള കൗതുകം കൊണ്ടായിരുന്നില്ല, ആരാധിക്കാനുള്ള ഒരു ഭക്തന്റെ തീഷ്ണത കൊണ്ടുമായിരുന്നില്ല. തനിക്കെതിരെ ഒരു രാജാവ് പിറന്നിരിക്കുന്നുവെന്നുള്ള വലിയ ആശങ്ക കൊണ്ടായിരുന്നു. ഹേറോദേസ് ആലോചിച്ചത് എങ്ങനെയാണ് ആ കുഞ്ഞിനെ വകവരുത്തേണ്ടത് എന്നാണ്. ഉണ്ണിയേശു പിറന്ന സ്ഥലം കൃത്യമായി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ബേത്ലഹേമിൽ പിറന്നിരിക്കുന്നു എന്ന കാര്യം പൂജരാജാക്കന്മാരെ അറിയിച്ചത്. അവരോട് നിർദ്ദേശിച്ചു, നിങ്ങൾ പോയി കാണണം, ആരാധിച്ച് വീണ്ടും എൻ്റെ അടുത്ത് വന്ന് ഉണ്ണിമിശിഹായെക്കുറിച്ച് റിപ്പോർട്ട് നൽകണം. രാജാവിന് അവിടെ പോകാനായിരുന്നില്ല, ആ കുഞ്ഞിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ദൈവനിശ്ചയപ്രകാരം പൂജരാജാക്കന്മാര് ഹേറോദേസിന്റെ കൊട്ടാരത്തിലേക്ക് വരുന്നതിന് പകരം മറ്റൊരു വഴിക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇതിൽ കോപാക്രാന്തനായി ക്രൂരനായിരുന്ന ഹേറോദേസ് 2 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലുന്നതിന് കൽപ്പന പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ വകവരുത്തണമെന്ന് പറഞ്ഞിടത്തു നിന്നാണ് പൂജരാജാക്കന്മാര് ഉണ്ണിമിശിഹായെ കാണാൻ എത്തിയത്. ഉണ്ണി പിറന്ന് ഏതാണ്ട് 2 വർഷത്തിന് ഉള്ളിലാണ് എന്നനുമാനിക്കാൻ കാരണം. ആ ദേശത്തെ എല്ലാ ആൺകുട്ടികളെയും രാജകൽപ്പന പ്രകാരം കൊല്ലുകയുണ്ടായി. ഉണ്ണിമിശിഹായുടെ പിറവിയെക്കുറിച്ച് 2 പ്രതികരണങ്ങളാണ് പൂജരാജാക്കന്മാരുടെയും അതുപോലെ ഹേറോദേസ് രാജാവിൻ്റെയും സമീപനത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. പൂജരാജാക്കന്മാര് കർത്താവിനെ സ്വീകരിച്ചവരാണ്. ഹേറോദേസ് ആകട്ടെ കർത്താവിനെ തിരസ്കരിച്ചവരുടെ പ്രതിനിധിയാണ്. ഇത് എല്ലാ കാലത്തും തുടരുകയാണ്. കർത്താവിനെ സ്വീകരിക്കുന്നവര്, കർത്താവിന് സമർപ്പിച്ച് ജീവിക്കുന്നവര്, കർത്താവിനെ നിരാകരിക്കുന്നവര്, കർത്താവിന് സഭയ്ക്കുമെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നവര്. നക്ഷത്രം കർത്താവിൻ്റെ പക്കലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ മാർഗങ്ങളെയും സൂചിപ്പിക്കുന്ന അടയാളമാണ്. പൂജരാജാക്കന്മാരാകട്ടെ എല്ലാ മതങ്ങളിലും വിശ്വാസങ്ങളിലും പെടുന്ന നല്ല വിശ്വാസികളുടെ പ്രതീകമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്.